വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മളെ കൂടെ നിന്നിട്ട് ചതിക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് വിശ്വസിച്ചിട്ട് അത്രയും അവരെ ട്രസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും അവരോട് പറയുന്നത്. പക്ഷെ അവർ അതൊക്കെ മുതലെടുത്തിട്ട് നമ്മ ഇവിടെ പറഞ്ഞത് അവിടെ 10 പറയുന്ന ആൾക്കാരാണ് പലരും. പക്ഷെ നമുക്കത് അവരാണെന്ന് ഒരാൾ അവരെ ചൂണ്ടിക്കാണിച്ചാൽ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്താ, അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല, അവർക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന ഒരു ധാരണ. കാരണം നമ്മൾ അത്രയും 100% സിൻസിയറായിട്ടായിരിക്കും നമ്മൾ അവരെ കണ്ടിട്ടുണ്ടാവുക. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ അതിൻ്റെ ഒരു അംശം പോലും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. നമ്മളൊരു കാര്യം അല്ലെങ്കിൽ ഒരു സന്തോഷമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സങ്കടമായിക്കോട്ടെ ഒരാളോട് ഷെയർ ചെയ്യുന്നത് നമ്മളെ ഫീലിങ്സ്, അത് കുറച്ചൊരു ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവരെന്ത് ചെയ്യും, അത് പോയി 2 ആളോടും 3 ആളോടും പോയി പറയും. പക്ഷെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല നമ്മളെ കൂടെ നിൽക്കുന്ന ആൾ പറയുന്നു. കാരണം നമുക്ക് അത്രയും ട്രസ്റ്റാണ്. പക്ഷെ നമ്മളൊക്കെ നിന്ന് ചതിക്കുന്ന കുറച്ച് ടൈപ്സ് ആൾക്കാരുണ്ട്. അതേപോലെ തെറ്റിദ്ധാരണ. നമ്മൾ ഇക്കാര്യം നമ്മൾ പറഞ്ഞു, നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കപ്പെടൽ, അത് സത്യം പറഞ്ഞാലില്ല ഭയങ്കര പെയിൻഫുള്ളാണ്. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര പെയിൻഫുള്ളായ ഒരു കാര്യമാണ് തെറ്റിദ്ധാരണ. നമ്മൾ പറയാത്ത കാര്യം അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കാര്യം നീ പറഞ്ഞു, നീ ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യം, അത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുള്ളായ കാര്യമാണ്. അത് അനുഭവിച്ചവർക്ക് മാത്രം പറയാൻ പറ്റൂ. ഇത്ര വർഷം നമ്മളൊക്കെ നിന്നിട്ട് നമുക്ക് അവരെ ഭയങ്കര ട്രസ്റ്റ് ആയിരിക്കും. പക്ഷെ അവർ ഒരാളെ വാക്ക് കേട്ടിട്ട് നമ്മളോട് നീ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് എതിർക്കുന്നുണ്ടെങ്കിൽ, ഇന്നലെ വന്ന ഒരാൾ ഇവളിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ഒന്നിച്ച് നിൽക്കുന്ന നമ്മൾ ഒരാൾ വാക്ക് കേട്ടിട്ട് അത് എന്താ പറയുക, അത്രയേ ഉള്ളൂ. കൂടുതലായും എനിക്കൊന്നേ പറയാനുള്ളൂ, കൂടുതലായും ആരും ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. അതേ പറയാനുള്ളൂ. ആരും വിശ്വസിക്കരുത്. നമ്മൾ ഇട്ട വസ്ത്രത്തെ പോലും വിശ്വസിക്കാൻ പറ്റില്ല ഈ കാലത്ത്. അത്ര സിൻസിയറിറ്റി കാണിക്കുന്ന അത്ര ആൾക്കാരും എനിക്ക് തോന്നുന്നു ഒരു 100%-ൽ ഒരു 2% മറ്റായിരിക്കും, അത്രയും ഉണ്ടാവുള്ളൂ. പണത്തിൻ്റെ മേലെ പറന്തും പറക്കുന്ന ഒരു ചൊല്ലുണ്ട്. പണത്തിൻ്റെ മേലെ ഫാമിലിക്കോ റിലേറ്റീവിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ എന്തിന് ബ്ലഡിന് പോലും അതിൻ്റെ മേലെ ഒന്നുമില്ല. പണം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇക്കാലത്ത്. അത്രയേ ഉള്ളൂ എല്ലാത്തിനുള്ള വാല്യൂ. കാരണം എല്ലാവർക്കും ഒരു ബ്ലാക്ക് ഫേസ് ഉണ്ട്.